മന്ത്രി കെ ശൈലജയുടെ ഭർത്താവ് തന്നെ മർദ്ദിച്ചുവെന്ന ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് മട്ടന്നൂർ നഗരസഭാ മുൻ അംഗം ഷീല രാജൻ. സംഭവം അടിസ്ഥാനരഹിതമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. മട്ടന്നൂർ വിജയത്തിന്റെ ശോഭ കെടുത്താനാണ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്ന് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തകയായ ദളിത് യുവതിയെ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ മാസ്റ്റർ മർദ്ദിച്ചുവെന്നായിരുന്നു മലയാള മനോരമ, മംഗളം, വീക്ഷണം, ജന്മഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്ത. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ പറ്റി പരാതി പറയാനെത്തിയ ബൂത്ത് ഏജന്റും മഹിളാ അസോസിയേഷൻ നേതാവുമായ ഷീല രാജനെ ഭാസ്കരൻ മാസ്റ്റർ ചീത്ത വിളിക്കുകയും തല്ലുകയും ചെയ്തുവെന്നായിരുന്നു വാർത്തയിലുള്ളത്. എന്നാൽ അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നും വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷീല രാജൻ പീപ്പിളിനോട് പറഞ്ഞു. അല്ലല്ല, അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിട്ടില്ല, അങ്ങനെയൊന്നും നടന്നിട്ടതായിട്ടുമില്ല. അങ്ങനെ ഒരു വാർത്തക്ക് പിന്നിൽ എനിക്ക് ഇപ്പം മറ്റേ പാർട്ടിക്കാർ അങ്ങനെ ആയിരിക്കാൻ സാധ്യത. അങ്ങനെ ഭാസ്കരൻ മാഷും ഞാനും തമ്മിൽ അങ്ങനെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ അത് പത്രത്തിൽ വന്നത് ഞാൻ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ചെയ്യുന്നതാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വാർത്ത വ്യാജമാണെന്നും പരാതി ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുക്കുന്ന പരാതി ആദ്യമേ തന്നെ മലയാള മനോരമക്കല്ലാലോ ലഭിക്കുക. മട്ടന്നൂരിൽ LDF-നുണ്ടായ അഭിമാനകരമായ വിജയത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി മനഃപൂർവ്വമായി കെട്ടിച്ചമച്ചതാണ് ഇത്തരമൊരു വാർത്ത എന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ശോഭ കെടുത്താനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് വ്യാജ വാർത്തയെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനും പറഞ്ഞു. തെറ്റായിട്ടുള്ള വാർത്തയാണ് ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്നത്. അവരിപ്പോൾ പത്രങ്ങളെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രങ്ങൾക്കെതിരായി നിയമ നടപടി കൈക്കൊള്ളും. അപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം, കണ്ണൂർ ബ്യൂറോകൾക്കൊപ്പം PV കുട്ടൻ, കോഴിക്കോട്. മട്ടന്നൂരിൽ തന്റെ ഭർത്താവ് യുവതിയെ മർദ്ദിച്ചുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് മന്ത്രി കെ ശൈലജ. വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ആരോപണം യുവതി തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഇവർ പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ല എന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി കൊടുത്താൽ അത് പിറ്റേന്ന് മനോരമക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് വന്നത്. ഈ വാർത്തയുടെ ഉറവിടം എവിടെയാണെന്ന് അറിയില്ല. ഈ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ആ കുട്ടി, അതിൻ്റെ കുടുംബം ഇന്ന് ഇതിനെതിരായിട്ട് പത്രപ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെതിരായിട്ട് ലീഗൽ ആക്ഷന് പുറപ്പെടുകയാണ്. കാരണം ഇത്രയേറെ അവമതി ഉണ്ടാക്കുന്ന ഒരു വാർത്ത പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളതിൽ ശരിക്കും സങ്കടമുണ്ട്. സങ്കടപ്പെടേണ്ട കാര്യം മാത്രമല്ല, അത് അറിയണമല്ലോ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. കൊച്ചി ചെറായിൽ ശീതൾ എന്ന യുവതി കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കോട്ടയം നെടുങ്കുന്നം സ്വദേശി പ്രശാന്താണ് പോലീസ് പിടിയിലായത്. മുനമ്പം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രശാന്ത് കേബിൾ TV ജീവനക്കാരനാണ്. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ചെറായി ബീച്ചിൽ രാവിലെ 10:30-യോടെയാണ് സംഭവം നടന്നത്. യുവതിക്ക് 6 കുത്തുകളാണ് ഏറ്റത്. കുത്തേറ്റതിനെ തുടർന്ന് യുവതി കടൽ തീരത്തു നിന്നും അടുത്തുള്ള റിസോർട്ടിലേക്ക് ഓടിക്കയറി. റിസോർട്ട് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുങ്കണ്ടം സ്വദേശി പ്രശാന്താണ് പോലീസ് പിടിയിലായത്. മുനമ്പം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ തെക്കോട്ട് 2 വീലറിന് പോകുന്ന സമയത്ത് ഒരു നീല ഷർട്ട് പുറകിൽ കയ്യും കെട്ടി നടന്നു. അപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. അപ്പോൾ തന്നെ ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു നീല ഷർട്ട് ഇട്ടവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, സാർമാരെ വിളിച്ചോടാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പോലീസുകാർ വിളിക്കുകയും ചെയ്ത് അവർ വന്ന് അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. പ്രശാന്ത് കേബിൾ TV ജീവനക്കാരനാണ്. ഇരുവരും പ്രണയത്തിലായിരുന്നെന്ന് പോലീസ് അറിയിച്ചു. പ്രണയകലഹമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കണ്ണടച്ചു നിന്നാൽ ഒരു സമ്മാനം തരാം എന്നു പറഞ്ഞതിനു ശേഷമാണ് യുവാവ് ശീതളിനെ കുത്തിയത്. കുത്തേറ്റ യുവതി വിവാഹിതയാണ്. 2 മക്കളുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം മുരുകൻ കേസിൽ 5 ആശുപത്രികൾക്കും വീഴ്ച പറ്റിയെന്ന പോലീസ് റിപ്പോർട്ട്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. അതേസമയം ആരോഗ്യവകുപ്പ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. സർക്കാർ നിയോഗിച്ച ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കൊല്ലത്തെ ആശുപത്രികളിൽ എത്തി പരിശോധന ആരംഭിച്ചു. മുരുകൻ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥയാണ് സംഭവിച്ചതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. 5 ആശുപത്രികൾക്കും മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാവില്ല. മുരുകനെ ചികിത്സയ്ക്കായി കൊണ്ടുപോയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരെയാണ് ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക.
മുരുകനെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചത് പോലീസല്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. അതേസമയം കൊട്ടിയം സിഐയുടെ അന്വേഷണത്തിന് കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് ACP അശോകൻ മേൽനോട്ടം വഹിക്കും. കൊട്ടിയം സിഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകൾ നിരത്തിയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. ആരോഗ്യവകുപ്പും ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കൊല്ലത്തെ ആശുപത്രികളിൽ പരിശോധന നടത്തി. നാളെ തിരുവനന്തപുരം ജില്ലയിൽ പരിശോധന നടത്തും. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ RL സരിത പറഞ്ഞു. റിപ്പോർട്ട് ഞങ്ങൾ ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അന്വേഷണം പൂർത്തിയായിട്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. തീർച്ചയായിട്ടും സർക്കാർ നിർദ്ദേശിച്ച ഒരു സമിതി എന്നുള്ള നിലയിൽ നമ്മൾ അന്വേഷണത്തിന് വന്നു. അന്വേഷണം പൂർത്തിയായ മുറയ്ക്ക് സർക്കാരിന് നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. ഇതൊരു ഡിപ്പാർട്ട്മെന്റൽ സമിതിയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരിക്കും. റിപ്പോർട്ട് വന്ന ശേഷം തീർച്ചയായിട്ടും റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആവും. മുരുകൻ മരിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന ആരോഗ്യമന്ത്രി. വീഴ്ചയുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിനെതിരെയും നടപടിയെടുക്കുമെന്ന് മന്ത്രി KK ശൈലജ പറഞ്ഞു. ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള കമ്മിറ്റി അന്വേഷിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നും മറച്ചു വെക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ മുരുകന്റെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഈ കേരളത്തിനകത്താണ് സംഭവിച്ചത്, മറ്റൊരു സംസ്ഥാനത്തുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് അപ്പോൾ പൊതുവെ അപകടങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ആരോഗ്യവകുപ്പും നമ്മളും എല്ലാം പോകേണ്ടത്. അതിനുള്ളൊരു പരിശ്രമം ഞങ്ങളിപ്പോൾ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപ് സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 18 മാറ്റി. പ്രോസിക്യൂഷന്റെ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ജാമ്യ ഹർജി മാറ്റിയത്. അതിനിടെ ആലുവ സബ് ജയിലിലെത്തി അമ്മ സരോജവും സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും ദിലീപിനെ സന്ദർശിച്ചു. അന്വേഷണ സംഘത്തിനും മാധ്യമങ്ങൾക്കും എതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ദിലീപ് വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി C. ശ്രീധരൻ നായരും ദിലീപിനായി അഡ്വക്കേറ്റ് B. രാമൻപിള്ളയും ഹൈക്കോടതിയിൽ ഹാജരായി. ഹർജി പരിഗണിച്ച കോടതി കൂടുതൽ വാദത്തിനായി തീയതി നിശ്ചയിക്കുകയായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ നിലപാട് രേഖാമൂലം അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ എതിർത്തുകൊണ്ടാണ് ദിലീപ് പുതിയ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. തന്നെ ഇല്ലാതാക്കാൻ ചലച്ചിത്ര മേഖലയിൽ ഗൂഢാലോചന നടന്നുവെന്നും പൾസർ സുനിയുടെ സഹായത്തോടെ അവർ ആ ലക്ഷ്യം കണ്ടെന്നുമാണ് പുതിയ വാദം. വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. ദിലീപിന്റെ ജാമ്യാപേക്ഷ മുൻപ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. അതിനിടെ ആലുവ സബ് ജയിലിലെത്തി അമ്മ സരോജം ദിലീപിനെ സന്ദർശിച്ചു. മകൻ അനൂപിനും മരുമകൻ സുരാജിനുമൊപ്പമാണ് അമ്മ മകനെ കാണാൻ എത്തിയത്. 10 മിനിറ്റ് മാത്രമായിരുന്നു സന്ദർശനം. മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചില്ല. ദിലീപ് ജയിലിലെത്തി 1 മാസം പിന്നിടുമ്പോഴാണ് അമ്മ സരോജം മകനെ കാണാൻ എത്തിയത്. അമ്മയെ ജയിലിൽ കൊണ്ടുവരുന്ന നിർദ്ദേശം ദിലീപ് നേരത്തെ ബന്ധുക്കൾക്ക് നൽകിയിരുന്നു. എന്നാൽ ദിലീപിന്റെ ജയിൽവാസം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് അമ്മ മകനെ കാണാനായി ജയിലിലെത്തിയത്. സഹോദരൻ അനൂപും സുരാജും നേരത്തെയും ദിലീപിനെ ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ പ്രൈവറ്റ് കോളേജ് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. 200ഓളം അധ്യാപക നിയമനങ്ങളാണ് സാങ്കേതിക ന്യായം പറഞ്ഞ് സർവകലാശാല അധികൃതർ തടഞ്ഞുവച്ചിരിക്കുന്നത്. വർഷങ്ങളായുള്ള അധ്യാപകരുടെ മുറവിളിക്കാണ് ഇതോടെ പരിഹാരമാകുന്നത്. വർഷങ്ങളായുള്ള അധ്യാപകരുടെ ആവലാതിക്കാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തോടെ പരിഹാരമുണ്ടായിരിക്കുന്നത്. 2010 മുതൽ UGC മാനദണ്ഡ പ്രകാരം മാത്രമേ അധ്യാപക നിയമനം നടത്താവൂ എന്ന ഹൈക്കോടതി വിധിയായിരുന്നു നിയമനം സാധൂകരിക്കുന്നതിന് എതിരായി നിന്ന ഘടകം. എന്നാൽ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും കോടതി വിധിക്ക് അനുസൃതമായി ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ കേരള സർവകലാശാല അധികാരികളുടെ കടുംപിടുത്തം മൂലം അധ്യാപക നിയമനം അംഗീകാരം കിട്ടാതെ നീണ്ടുപോയി. എന്നാൽ ഇന്ന് ചേർന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗമാണ് അധ്യാപകരുടെ ദീർഘകാലത്തെ ആവശ്യം അംഗീകരിച്ചത്. ഇതോടെ 200ഓളം അധ്യാപകർക്ക് നിയമന അംഗീകാരം ലഭിക്കും. യൂണിവേഴ്സിറ്റിയുടെ ഈ കടുംപിടുത്തം മൂലം പ്രൈവറ്റ് കോളേജ് മാനേജ്മെന്റിന് കീഴിലെ അധ്യാപകർക്ക് ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ ദുരവസ്ഥയ്ക്കാണ് ഇന്ന് പരിഹാരം കണ്ടിരിക്കുന്നത്. AKPCTA അടക്കമുള്ള സംഘടനകൾ ഇതേ ആവശ്യം ഉന്നയിച്ച് നേരത്തെ സമരരംഗത്തെത്തിയിരുന്നു. പുതിയ പ്രോ വൈസ് ചാൻസലറായി ഡോക്ടർ അച്യുത് ശങ്കറിനെ നിയമിക്കാനുള്ള വൈസ് ചാൻസലറുടെ ശുപാർശ തള്ളാൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് നാട്ടിലിറങ്ങിയ ആനയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം തുടരുന്നു. മുണ്ടൂരിലും കല്ലടിക്കോടും ഗതാഗതം തടസ്സപ്പെട്ടു. സിജു കണ്ണൻ ചേരുന്നു. സിജു, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, മൈലപ്പള്ളിക്കടുത്താണ് ഇപ്പോൾ ഈ മൂന്ന് കാട്ടാനകളുടെ കൂട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് വൈകുന്നേരം 4:30 കൂടി വയനാട്ടിൽ നിന്ന് പ്രത്യേക ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാട്ടാനകളെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ രാവിലെ
കാട്ടാനകളെ കാട്ടിലേക്ക് തന്നെ കയറ്റിവിട്ടെങ്കിലും പിന്നീട് അതേ എതിർദിശയിലേക്ക് തിരിച്ചു വന്ന കാട്ടാന ഈ തൊട്ടടുത്ത ചെറിയ വനപ്രദേശത്ത് തമ്പടിക്കുകയായിരുന്നു. വർഷ ജനവാസ കേന്ദ്രമായതിനാൽ ആദ്യം വലിയ രീതിയിലുള്ള ആശങ്ക വരുത്തി. എന്നാൽ പിന്നീട് സുരക്ഷാ സംവിധാനങ്ങളടക്കം ഒരുക്കിക്കൊണ്ട് കാട്ടാനകളെ തിരിച്ചു മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാതെ തന്നെ അവിടെ തന്നെ നിർത്തുകയായിരുന്നു. അതിനുശേഷം കനത്ത മഴയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ താൽക്കാലികമായി ഈ ദൗത്യം നിർത്തിവെച്ചു. അതിനുശേഷം വൈകിട്ട് 4:30 ദൗത്യം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർന്ന് വന്നിരുന്നത് പോലെ തന്നെ പടക്കം ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ടാണ് ഈ കാട്ടാനകളെ കാട്ടിലേക്ക് കയറ്റുന്നതിനുള്ള ശ്രമം നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറോളം പിന്നിട്ട് ദൗത്യം പൂർത്തീകരിക്കാനായിട്ടില്ല. ഈ ദേശീയപാതയ്ക്ക് സമീപത്ത് കല്ലേക്കാടിനടുത്തുള്ള വനമേഖലയിലേക്കാണ് ഈ കാട്ടാനക്കൂട്ടത്തെ കയറ്റിവിടേണ്ടത്. പക്ഷെ എന്നാൽ ഈ ദേശീയപാതയ്ക്ക് നേരെ എതിർവശത്താണ് ഇപ്പോൾ കാട്ടാനയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിലേക്ക് കടക്കണമെങ്കിൽ ദേശീയപാത മുറിച്ച് കടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ദേശീയപാതക്കകത്ത് വാഹന ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഈ ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെ വാഹനങ്ങൾ കടത്തിവിടേണ്ട എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട ശ്രമം നടത്തിയിട്ടും ആനകൾ ഇതുവരെ ഈ ദേശീയപാത മുറിച്ച് കടക്കാനോ കല്ലേക്കാട് വനമേഖലയിലേക്ക് കടക്കാനോ തയ്യാറായിട്ടില്ല. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന ഈ ശ്രമം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളുടെ ഭവന നിർമ്മാണ വിഷയത്തിൽ ആശങ്ക വേണ്ട എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സ്ഥലമില്ലെങ്കിൽ അത് കണ്ടെത്തുമെന്നും എത്രയും വേഗം ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ ലൈഫ് പാർപ്പിട പദ്ധതിയുടെ ഭാഗമായുള്ള സർവേ നടപടികൾ സെപ്റ്റംബർ 25-നകം പൂർത്തിയാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് വേണ്ടി മന്ത്രി രവീന്ദ്രനാഥും ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. തോട്ടം തൊഴിലാളികളുടെ വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കും. തോട്ടം തൊഴിലാളികളുടെ വീട് നിർമ്മാണ വിഷയത്തിൽ ആശങ്ക വേണ്ടെന്നും ES ബിജിമോളുടെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. അതിന് പ്രശ്നം അവിടെ സ്ഥലം ലഭിക്കുക എന്നുള്ളതാണ്. അത് തോട്ടം ഉടമകളിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് കണ്ടെത്തും. ഉടനെ തന്നെ ആ വീട് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. കാർഷിക ഡാറ്റാ ബാങ്കിലെ അപാകതകൾ പരിഹരിക്കാൻ ഒക്ടോബർ 30 വരെ സമയം നൽകിയതായി കൃഷിമന്ത്രി VS സുനിൽകുമാർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവ് NK ജയകുമാറിന് 14,17,643 രൂപയും പ്രസ് ഉപദേഷ്ടാവ് പ്രഭാവർമ്മയ്ക്ക് 14,91,430 രൂപയും ഇതുവരെ ശമ്പള ഇനത്തിൽ നൽകിയതായും മറ്റ് 4 ഉപദേഷ്ടാക്കൾ പ്രതിഫലമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ശബരിനാഥിന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. വിഴിഞ്ഞം പദ്ധതിക്കായി ഇതുവരെ 609 കോടി രൂപ ചെലവഴിച്ചു. 2019 ഡിസംബർ 5-ന് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സഭയെ രേഖാമൂലം അറിയിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പിഴ ഇനത്തിൽ 84.8 കോടി രൂപ മോട്ടോർ വാഹന വകുപ്പ് പിരിച്ചെടുത്തതായി ഗതാഗത മന്ത്രി നിയമസഭയെ അറിയിച്ചു. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. റേഷൻ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയതിലെ അപാകത ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. മുൻ സർക്കാർ ഭക്ഷ്യ ഭദ്രതാ നിയമം നടപ്പിലാക്കുന്നതിലെ കാലതാമസം മൂലമാണ് എല്ലാ പ്രശ്നവും ഉണ്ടായതെന്ന് ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ വിശദീകരിച്ചു. എന്നാൽ 17 ലക്ഷം പരാതികൾ നിലനിൽക്കെ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന് അനൂപ് ജേക്കബ് ആരോപിച്ചു. റേഷൻ കാർഡ് വിതരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്ത് നിന്ന് അനൂപ് ജേക്കബാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിൽ വലിയ പാകപ്പിഴയാണ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് അദ്ദേഹം ആരോപിച്ചു. 17 ലക്ഷം പരാതികൾ ലഭിച്ചിട്ടും അത് പരിഹരിക്കാതെ കാർഡ് വിതരണം ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഗവൺമെന്റ് കൊടുത്ത റേഷൻ കാർഡുകളിൽ തെറ്റുകളുടെ കൂമ്പാരങ്ങളാണ്. തെറ്റുകളുടെ തുടർക്കഥയായി റേഷൻ കാർഡുകൾ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട മന്ത്രി കണ്ടില്ല എന്നടിക്കരുത്. എന്നാൽ 2013 പ്രാബല്യത്തിൽ വന്ന ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞ UDF സർക്കാർ 3 വർഷം വൈകിച്ചതാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന് മന്ത്രി P. തിലോത്തമൻ മറുപടി നൽകി. അനർഹർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും അനർഹരെ മാറ്റി അർഹരെ ഉൾപ്പെടുത്തി പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി P. തിലോത്തമൻ മറുപടി നൽകി. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ 16 ലക്ഷം അപേക്ഷകളിൽ 12 ലക്ഷം പേരും അർഹരാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. ആ 12 ലക്ഷം ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും റാങ്കിംഗ് നടത്തിയാണ് നമ്മൾ ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിച്ചത്.
എല്ലാം ശരിയാക്കാൻ വന്ന LDF സർക്കാർ ഇപ്പോഴും മുൻ ഗവൺമെന്റിനെ കുറ്റം പറയുന്നത് ശരിയല്ലെന്നും എത്രനാൾ തിലോത്തമൻ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. അർഹരായ 3.5 ലക്ഷം ആളുകൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്തു നിൽക്കുമ്പോൾ മന്ത്രി കെ രാജുവും M നൌഷാദും മുൻഗണനാ പട്ടികയിൽ വന്നത് ഭക്ഷ്യവകുപ്പിന്റെ പിടിപ്പുകേടിന്റെ തെളിവാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇനിയെങ്കിലും സ്വന്തം തെറ്റ് തിലോത്തമൻ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം വാക്കൌട്ടിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആർത്തവ അവധി നൽകുന്നതിനെക്കുറിച്ച് പല തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അതൊരു തരത്തിലും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന രീതിയിലാകരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോഴും ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് അയിത്തം കൽപ്പിക്കുന്ന പ്രവണത കാണുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അപ്പോൾ സ്ത്രീകളുടെ ജൈവികമായ സവിശേഷതകൾ കണക്കിലെടുത്ത് ആർത്തവ അവധിയെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതൊരു മാറ്റി നിർത്തലായി മാറാനും പാടില്ല. എല്ലാ വശങ്ങളെ സംബന്ധിച്ചും ഒരു പരിശോധന നടത്തി പൊതു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. രാജ്യസഭയിൽ നിന്ന് വിരമിക്കുന്ന CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് യാത്രയയപ്പ് നൽകാൻ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടായി എന്ന് 2 പത്രങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് CPIM ലോക്സഭാ കക്ഷി നേതാവ് P കരുണാകരൻ രാജ്യസഭാ കക്ഷി ഉപനേതാവ് തപൻ സെന്നും പത്രക്കുറിപ്പിൽ അറിയിച്ചു. വാർത്തകളിൽ പറയുന്ന പരാമർശങ്ങളൊന്നും യോഗത്തിലുണ്ടായിട്ടില്ല. സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കേണ്ട എന്ന പാർട്ടി എടുത്ത തീരുമാനത്തോട് യോഗത്തിൽ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. CPIMനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തുന്ന നുണപ്രചാരണത്തിന്റെ ഭാഗം മാത്രമാണ് മലയാള മനോരമയും മാതൃഭൂമിയും പ്രസിദ്ധീകരിച്ച ഈ വാർത്തയെന്ന് നേതാക്കൾ അറിയിച്ചു. ശ്രീവത്സം ഗ്രൂപ്പ് പത്തനംതിട്ടയിൽ നിർമ്മിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനം പൊതുമരാമത്ത് നിയമവും നഗരസഭാ കെട്ടിട നിർമ്മാണ നിയമവും ലംഘിച്ചാണ് പൂർത്തീകരിക്കുന്നത്. കെട്ടിടത്തിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണാനുമതി നൽകിയതിൽ നിലവിൽ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകാതെ പത്തനംതിട്ട നഗരസഭയും നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ്. ശ്രീവത്സം ഗ്രൂപ്പ് പത്തനംതിട്ടയിൽ പണിതുകൊണ്ടിരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് നിയമവും നഗരസഭാ കെട്ടിട നിർമ്മാണ നിയമവും ലംഘിച്ച് ശ്രീവത്സം ഗ്രൂപ്പിന് പത്തനംതിട്ട റിംഗ് റോഡ് സൈഡിൽ 40 സെന്റ് സ്ഥലം നികത്തി കെട്ടിടം പണിക്ക് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അനുമതി നൽകിയിരുന്നത് വലിയ പരാതിയായിരുന്നു. എന്നാൽ വിവാദ തീരുമാനത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് നഗരസഭ തടിയൂരി. അതിനിടയിൽ അനുവാദം നൽകിയ ഫയൽ കാണാതാവുകയും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ശ്രീവത്സം സമർപ്പിച്ച രേഖകൾക്ക് പോലും ആധികാരികതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകാതെ നിലവിലെ നഗരസഭാ കൌൺസിലും ശ്രീവത്സം ഗ്രൂപ്പിന് വഴിവിട്ട സഹായം തന്നെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തിലൂടെ നഗരസഭയിലെ പല ഉന്നതർക്കും സാമ്പത്തിക ലാഭമുണ്ടായിട്ടുണ്ടെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.